മാർഗദീപം പദ്ധതിയിലൂടെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയായ മാർഗദീപം പദ്ധതി പ്രകാരം 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള 20,000 ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം സ്കോളർഷിപ്പ് നൽകുമെന്ന് സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ആലപ്പുഴ നഗരസഭയിൽ നിർമ്മിക്കുന്ന വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 14,23,00,000 രൂപയാണ് 4 നിലകളിലായി പണിയുന്ന പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. പി ചിത്രഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എച്ച് സലാം MLA മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ അധ്യക്ഷ KK ജയമ, വൈസ് ചെയർമാൻ PSM ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. ന്യൂനപക്ഷ വനിതകളുടെ ശാക്തീകരണത്തിനായി തൊഴിൽ പരിശീലന കേന്ദ്രവും കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ വിപണന കേന്ദ്രങ്ങളും താമസ സൗകര്യങ്ങൾ, ഭക്ഷണ കേന്ദ്രങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിച്ച് 4 നിലകളിലായി 3,789.39 സ്ക്വയർ മീറ്ററിലാണ് വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നത്. നഗരസഭയിൽ വുമൺ എംപവർമെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ സെന്റർ എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. 4 നിലകളിലായി 14,23 കോടി രൂപയാണ് ഈ കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ ചെലവഴിക്കാൻ പോകുന്നു. സ്ത്രീ ശാക്തീകരണമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ നഗരത്തിൽ ജോലി ചെയ്യുന്ന വനിതകളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ പുറത്തുനിന്നും വരുന്ന സ്ത്രീകൾ ഒറ്റക്കാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം നഗരസഭ ഇതിൽ ഏർപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഈ പദ്ധതി ഏറ്റവും വൃത്തിയായും കാര്യക്ഷമമായി നടത്തിക്കൊണ്ടുപോകാൻ നഗരസഭ കൃത്യമായി തന്നെ നടപടികളെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പദ്ധതി എല്ലാ തടസ്സങ്ങളും നീക്കാൻ വേണ്ടി നിരവധി തവണ ഇടപെട്ടവരാണ് നഗരസഭയിലെ മുൻ ചെയർപേഴ്സണായാലും പുതിയ ചെയർപേഴ്സണായാലും ഒക്കെ തന്നെ. അപ്പോൾ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കി പോകണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട MLA അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നത്. ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള രീതിയിൽ അതിൻ്റെ പരിപാലനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇത് സമുദ്ര തീരത്തോട് അടുത്ത് കിടക്കുന്ന ഒരു കെട്ടിടമായതുകൊണ്ട് CRZ പരിധിയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം കുറച്ച് തടസ്സപ്പെടാൻ കാരണം.